ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ദ ഷാഡോ 5-ാം ഭാഗം. രചന ആമിക, അവതരണം ബിൻസു ഷിജി. സിയാദേ, ഫൈസൽ എയർപോർട്ടിൽ വെച്ച് നിന്നെ കണ്ടുമുട്ടിയെന്ന് പറഞ്ഞല്ലോ. നീ ഇന്ന് പുലർച്ചെ നിന്റെ ഏത് സുഹൃത്തിനെ നാട്ടിലേക്ക് വിടാനാണ് ദുബായ് എയർപോർട്ടിലേക്ക് പോയത്? അവൻ്റെ പേരെന്താണ്? കാരണം ഇന്നലെ രാത്രി ദുബായിൽ നിന്ന് നാട്ടിലേക്ക് വന്ന ആ ഫ്ലൈറ്റിൽ തന്നെയാണ് എൻ്റെ ഒരു കേസിൻ്റെ പ്രതിയും രക്ഷപ്പെട്ടിരിക്കുന്നത്. സുഗുവിൻ്റെ ആ ചോദ്യം കേട്ടതും മറുതലയ്ക്കൽ സിയാദിൻ്റെ ഭാഗത്തു നിന്ന് പെട്ടെന്ന് കനത്തൊരു നിശബ്ദത പടർന്നു. ആ ശാന്തമായ ശ്വാസഗതി പെട്ടെന്ന് തടസ്സപ്പെടുന്നത് പോലെ സുഗുവിന് ഫോണിൽ കൂടെ കേൾക്കാമായിരുന്നു. സുഗു വിഷയം പെട്ടെന്ന് മാറ്റിക്കൊണ്ട് തികച്ചും ഔദ്യോഗികവും എന്നാൽ സൗഹാർദ്ദപരവുമായ സ്വരത്തിൽ സംസാരിച്ചു തുടങ്ങി. ഹലോ സിയാദ്, എൻ്റെ പേര് സുഗു. ഞാൻ ഇവിടുത്തെ സ്റ്റേഷനിലാണ്. നിങ്ങളെപ്പറ്റി ജമാലിക്ക പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. സുഗു അദ്ദേഹത്തെ അഭിവാദനം ചെയ്തു. സൗഹാർദ്ദപൂർവമായ അഭിവാദനം കിട്ടിയപ്പോൾ സുഗു തൻ്റെ അന്വേഷണം തുടർന്നു. സിയാദ് ഇപ്പോൾ കൃത്യമായി എവിടെയാണുള്ളത്? സൗദി അറേബ്യയിലാണോ അതോ വേറെ എവിടെയെങ്കിലും? സർ, ഞാൻ സൗദി അറേബ്യയിലല്ല, UAE റാസൽ ഖൈമയിലാണ്. ഇക്ക പറഞ്ഞില്ലേ. എന്താ സർ വിസയുടെ കാര്യം? സിയാദ് ചോദിച്ചു. ഓ, റാസൽ ഖൈമയിലാണല്ലേ. അപ്പോൾ പിന്നെ ഞാൻ ചോദിക്കാൻ വന്ന കാര്യം ചോദിക്കേണ്ടതില്ല. എനിക്ക് സൗദി അറേബ്യയിലെ ഒരു കാര്യമായിരുന്നു അറിയേണ്ടത്. അവിടെ ഇപ്പോൾ സമയം എന്തായി? പിന്നെ നിങ്ങളിരുവർക്കും ബുദ്ധിമുട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ചുള്ള ഒരു സെൽഫി ഇപ്പോൾ എനിക്ക് അയക്കാമോ? ജമാലിക്കയുടെ ഒരു മനസ്സമാധാനത്തിനാണ്. സുഗു വരികൾക്കിടയിലൂടെ വിദഗ്ധമായി തൻ്റെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. അതിനെന്താ സാറേ, ഇപ്പോൾ തന്നെ അയക്കാമല്ലോ. പിന്നെ സൗദിയിലെ കാര്യമാണെങ്കിലും എനിക്ക് പറ്റാവുന്ന ഹെൽപ്പ് ഞാൻ ചെയ്യാം. എനിക്കവിടെ കൂട്ടുകാർ ഒരുപാടുണ്ട്. സിയാദ് വളരെ സ്നേഹത്തോടെ മറുപടി നൽകി. സെക്കൻഡുകൾക്കുള്ളിൽ ദേ ഫോട്ടോ എത്തിയിട്ടുണ്ട് കേട്ടോ സാറേ എന്ന സിയാദിൻ്റെ വാക്കുകൾക്കൊപ്പം ജമാലിൻ്റെ ഫോണിലേക്ക് ഒരു പുതിയ സന്ദേശം വന്നു. സുഗു സ്ക്രീൻ തുറന്നു നോക്കി. ഫൈസലും സിയാദും ഒരുമിച്ച് നിൽക്കുന്ന ഇപ്പോഴത്തെ ഒരു സെൽഫി ദൃശ്യം. സുഗുവിൻ്റെ നെറ്റി ചുളിഞ്ഞു. അപ്പോൾ ഫൈസൽ നാട്ടിലില്ല, അവൻ ഗൾഫിലെത്തിയിരിക്കുന്നു എന്ന കാര്യം 100% സത്യമാണ്. പിന്നെ എങ്ങനെ ഈ ക്രൂരമായ സംഭവം കല്ലൂർക്കാട്ട് നടന്നു? ഒരുപക്ഷെ അവൻ ഇന്നലെ രാത്രി കൃത്യം നിർവഹിച്ചതിന് ശേഷമായിരിക്കുമോ എയർപോർട്ടിലേക്ക് പോയത്? അങ്ങനെയെങ്കിൽ ആരായിരിക്കും ആ മുറിയിൽ മൊബൈൽ ഫോൺ റെക്കോർഡിംഗ് മോഡിൽ ഒളിപ്പിച്ചു വെച്ചത്? ചോദ്യങ്ങൾ ഒന്നൊന്നായി വന്ന് അലച്ചപ്പോൾ സുഗുവിന് തല പെരുക്കും പോലെ തോന്നി. കുട്ടി മരിച്ച വിവരം മറുതലയ്ക്കലുള്ള അവരെ ഇപ്പോൾ അറിയിക്കണോ വേണ്ടയോ എന്ന് സുഗു അല്പനേരം ആഴത്തിൽ ആലോചിച്ചു. ഇത് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. ഇപ്പോൾ തന്നെ നാട്ടുകാർ അറിഞ്ഞു തുടങ്ങിക്കാണും. വൈകാതെ എല്ലാവരും എല്ലാം അറിയും. അതിനു മുമ്പ് നമ്മൾ പോലീസിൻ്റെ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവും. മാത്രവുമല്ല, വിവരങ്ങൾ അറിഞ്ഞാൽ ഒരുപക്ഷെ ഫൈസൽ അവിടെ നിന്ന് രക്ഷപ്പെടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് സിയാദിനോട് മാത്രം സത്യം പറയാൻ സുഗു തീരുമാനിച്ചു. സുഗു ഫോൺ സ്പീക്കറിൽ നിന്നും മാറ്റി ചെവിയോട് കൂടുതൽ അടുപ്പിച്ചു പിടിച്ചു. സിയാദ്, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ സമാധാനത്തോടെ കേൾക്കണം. ഇങ്ങോട്ട് തിരിച്ച് ചോദ്യങ്ങളൊന്നും ചോദിക്കുകയും ചെയ്യരുത്. ഫൈസൽ ഇപ്പോൾ നിങ്ങൾക്കരികിലുണ്ടെന്ന് ഉറപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ചത്. സുഗു ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് തുടർന്നു. ജമാലിക്കയുടെ വീട്ടിൽ ഒരു വലിയ ദുരന്തം നടന്നിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കുട്ടി ഇന്ന് വെളുപ്പിന് മരിച്ചു. കുട്ടിയുടെ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയിരിക്കുകയാണ്. ഫൈസലിനോട് തൽക്കാലം ഇതൊന്നും പറയണ്ട. അവനോട് എപ്പോൾ പറയണമെന്ന് ഞാൻ പിന്നീട് അറിയിക്കാം. അടുത്ത 2 ദിവസത്തേക്ക് അവനെ നിൻ്റെ കൺവെട്ടത്ത് നിന്ന് മാറ്റാതെ അവിടെ തന്നെ നിർത്തണം. ഒരു കാരണവശാലും അവന് പുതിയൊരു ഫോണോ സിം കാർഡോ വാങ്ങി നൽകരുത്. സുഗു പറഞ്ഞതെല്ലാം മറുതലയ്ക്കൽ സിയാദ് അതീവ ശ്രദ്ധയോടെ ഞെട്ടലോടെയും കേട്ടു. പിന്നെ അവസാനമായി ഒരു കാര്യം കൂടി. സുഗുവിൻ്റെ സ്വരം കടുത്തു. ഇക്കയുടെ മകളുടെ മരണം ഒരു സാധാരണ മരണമല്ല, അതൊരു കൊലപാതകമാണ്. നിലവിലുള്ള എല്ലാ തെളിവുകളും വിരൽ ചൂണ്ടുന്നത് ഫൈസലിനെതിരായിട്ടാണ്. സുഗു കല്ലുപോലെയുള്ള ആ സത്യം വിളിച്ചു പറയുമ്പോൾ ഹാളിൽ തകർന്നിരുന്ന ജമാൽ വല്ലാത്തൊരു നടുക്കത്തോടെ സുഗുവിനെ നോക്കി. അതേസമയം സ്പീക്കർ ഓഫാണെന്നറിയാതെ ഫൈസൽ സിയാദിൻ്റെ കയ്യിലിരുന്ന് ഫോണിനരികിലേക്ക് വന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നത് ഫോണിൻ്റെ റിസീവറിലൂടെ സുഗുവിൻ്റെ കാതുകളിൽ പതിഞ്ഞു. മാമ, പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഇവിടെ എനിക്ക് കൂട്ടിന് സിയാദിക്കുണ്ടല്ലോ. പിന്നെ എവിടെ നമ്മുടെ കാന്താരി? അവൾ ഉറങ്ങി എണീറ്റ് കാണില്ലല്ലേ? അവളോട് ഞാൻ... ഫൈസൽ അവിടെ ഇരുന്ന് വാതോരാതെ എന്തൊക്കെയോ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് നടക്കുന്നത് എന്തെന്നറിയാതെ അവൻ സംസാരിക്കുന്നത് കേൾക്കാൻ നിൽക്കാതെ സുഗു അപ്പോൾ തന്നെ ആ ഫോൺ കോൾ ഡിസ്കണക്ട് ചെയ്തു. സുഗു ജമാലിക്കയുടെ അരികിലേക്ക് നടന്നു ചെന്നു. ഇക്ക, ഞങ്ങൾ ആ മുകളിലത്തെ മുറി തൽക്കാലം സീൽ ചെയ്യുകയാണ്. കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നത് വരെ ഈ കാര്യങ്ങളൊന്നും പുറത്തു പോകരുത്. ഇത് നമുക്കുള്ളിൽ തന്നെ ഇരിക്കണം. നാട്ടിൽ ആരും ഒന്നും അറിയരുത്.
പൂർണ്ണമായും തകർന്നു പോയ ആ മനുഷ്യനെ ആശ്വസിപ്പിച്ചുകൊണ്ട് സുഗു സാറാമ്മയും കൂട്ടി വീണ്ടും മുകളിലത്തെ നിലയിലേക്ക് നടന്നു. കുറച്ച് സമയത്തിന് ശേഷം അവിടെയുള്ള ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി തിരികെ താഴേക്ക് വരുമ്പോൾ സുഗുവിൻ്റെ കയ്യിൽ ആ മുറിയിൽ നിന്നും കണ്ടെടുത്ത ഫോൺ കൂടിയുണ്ടായിരുന്നു. സുഗു ആ ഫോൺ ജമാലിന് നേരെ കാണിച്ചുകൊണ്ട് ചോദിച്ചു, സർ, ഈ ഫോൺ ആരുടേതാണ്? മോളുടെ ഫോണാണോ ഇത്? ജമാൽ ആ ഫോണിലേക്ക് നോക്കി ദീർഘമായി തലയാട്ടി. അല്ല സാറേ, എൻ്റെ കുട്ടിക്ക് സ്വന്തമായി ഫോൺ ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ആരുടെയെങ്കിലും ഫോണാണ് അവൾ പതിവായി ഉപയോഗിക്കാറുള്ളത്. പക്ഷേ ഈ ഫോൺ അയാളത് എവിടെയോ കണ്ടിട്ടുണ്ടെന്ന മട്ടിൽ ആകെ അസ്വസ്ഥനായി ഓർമ്മകളിൽ പരതി. പെട്ടെന്ന് ഭർത്താവിൻ്റെ കയ്യിലിരുന്ന ആ ഫോണിലേക്ക് അതീവ സൂക്ഷ്മതയോടെയും ഭയത്തോടെയും നോക്കിക്കൊണ്ട് ജമാലിൻ്റെ ഭാര്യ വിളിച്ചു പറഞ്ഞു, ഇക്ക, അത് പാച്ചുവിൻ്റെ ഫോണാ. ആ വാക്കുകൾ വീണതോടെ ആ ഹോളിൽ വീണ്ടും ഒരു കനത്ത നിശബ്ദത പടർന്നു. സുഗുവിൻ്റെ ഉള്ളിൽ സംശയങ്ങളുടെ വലിയൊരു കൊടുങ്കാറ്റ് വീശിയടിച്ചു. ഫൈസലിൻ്റെ വാച്ചും കൊലപാതക ദൃശ്യങ്ങൾ കൃത്യമായി റെക്കോർഡ് ചെയ്ത ഫൈസലിൻ്റെ സ്വന്തം മൊബൈൽ ഫോണും ഇതാ കൊലപാതകം നടന്ന ഇതേ മുറിയിൽ നിന്ന് ഒരേ സമയം കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ പിന്നെ ദുബായിൽ സിയാദിനൊപ്പമുള്ള ആ ഫൈസൽ ആരാണ്? ഇന്നലെ രാത്രി ജമാൽ എയർപോർട്ടിൽ കൊണ്ടുപോയി വിട്ടത് യഥാർത്ഥ ഫൈസലിനെ അല്ലായിരുന്നോ? കളി തികച്ചും സങ്കീർണവും ഭയപ്പെടുത്തുന്നതുമായ ഒരു വലിയ പസിലിലേക്ക് വഴിമാറുകയായിരുന്നു. അന്വേഷണ സംഘം ആ വലിയ വീടിൻ്റെ പടിക്കെട്ടുകൾ ഇറങ്ങി പുറത്തെ മുറ്റത്തേക്ക് നടന്നു. സുഗുവിൻ്റെ മുഖത്ത് മുൻപെങ്ങുമില്ലാത്ത വിധം കനത്ത ഗൗരവവും ചിന്താക്കുഴപ്പവും നെള്ളിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. പോലീസ് വണ്ടിയിലേക്ക് കയറാൻ ആഞ്ഞു നിന്നുകൊണ്ട് സുഗു തൻ്റെ ഉള്ളിൽ ഉയർന്ന ഏറ്റവും വലിയ സംശയം പുറത്തേക്കിട്ടു. സാറാമ്മേ, അയാൾ പറഞ്ഞത് കേട്ടോ? ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടാകുമോ? ഒരു ഫോൺ പോലും സ്വന്തമായില്ലാത്ത ഒരു കൗമാരക്കാരി. സാറേ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ആ കുഞ്ഞൊരു മാലാഖ കുഞ്ഞാണെന്ന്. പുസ്തകങ്ങളായിരുന്നു ആ കുട്ടിയുടെ വലിയ ലോകവും കൂട്ടുകാരും. ആരോടും അധികമൊന്നും മിണ്ടാതെ വായനയെയും പുസ്തകങ്ങളെയും മാത്രം പ്രണയിച്ച കുട്ടി. വീട്ടുമുറ്റത്തെ പൂക്കളും ചെടികളും മരങ്ങളും ഒക്കെ തന്നെയായിരുന്നു അവളുടെ കൂട്ടുകാർ. അങ്ങനെയുള്ളൊരു പാവത്തിനോട് എന്നാലും ആരായിരിക്കും സാറേ ക്രൂരത ചെയ്തത്? സാറാമ്മയിൽ നിന്ന് ഒരു ഗദ്ഗതം പുറത്തേക്ക് വന്നു. അവർ സാരിത്തുമ്പ് കൊണ്ട് നനഞ്ഞ കണ്ണുകൾ തുടച്ചു. ആ ഫൈസലിനെ തന്നെയാണ് എനിക്കും 100% സംശയം. പക്ഷേ എവിടെയോ എന്തോ ഒരു വലിയ തകരാറുണ്ട്. അതെന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരേ സമയം പ്രതി സംഭവ സ്ഥലത്തും അതേസമയം അയൽ രാജ്യത്തും നിലകൊള്ളുക എന്നത് പറഞ്ഞാൽ ഇത് നമ്മുടെ മാത്രം കയ്യിൽ ഒതുങ്ങുന്ന കേസല്ല സാറാമ്മേ. സുഗു വല്ലാത്തൊരു നിരാശയോടെ അല്പം ഭയത്തോടെയും പറഞ്ഞു നിർത്തി. തൊട്ടടുത്ത ദിവസം രാവിലെ ജില്ലാ പോലീസ് മേധാവിയുടെ എയർ കണ്ടീഷൻ ചെയ്ത ചേംബറിനുള്ളിൽ കനത്ത അന്തരീക്ഷമായിരുന്നു. മേശപ്പുറത്തിരുന്ന കേസ് ഡയറിയും FIRും ദേഷ്യത്തോടെ എടുത്തു നോക്കിക്കൊണ്ട് SP സുഗുവിന് നേരെ തിരിഞ്ഞ് ഗർജിച്ചു. എന്താടോ സുഗു ഇത്? എന്ത് തരം FIR ആണിത്? കൊലപാതകയെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള വസ്തു സംഭവ സ്ഥലത്തുനിന്ന് കിട്ടിയെന്ന് താൻ തന്നെ ഇതിൽ എഴുതി വെച്ചിരിക്കുന്നു. എന്നിട്ട് ആ പ്രതിയെ താൻ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുമില്ല. അതിനേക്കാളൊക്കെ വിചിത്രം, ആ കുഞ്ഞിൻ്റെ മരണം ലൈവായി റെക്കോർഡ് ചെയ്ത മൊബൈൽ ഫോൺ പ്രതിയുടേതാണെന്ന് താൻ സമർത്ഥിക്കുന്നു. അതേസമയം ആ പ്രതി വിദേശത്താണെന്നും പറയുന്നു. തനിക്ക് വട്ടുണ്ടോ സുഗു? SP ശബ്ദം ആ മുറിയിൽ മുഴങ്ങി ലയിച്ചു. കോപം നിയന്ത്രിക്കാനാവാതെ അയാൾ തുടർന്നു. ലോകത്തിൽ ആരെങ്കിലും ചെയ്യുന്ന പണിയാണോടോ ഇത്? ഒരു കൊടും കുറ്റകൃത്യം ചെയ്യുക, എന്നിട്ട് സ്വന്തം മൊബൈൽ ഫോണിൽ കൃത്യമായി റെക്കോർഡ് ചെയ്ത് വെക്കുക, ഒടുവിൽ ആ ഫോണും സ്വന്തം വാച്ചും അവിടെ തന്നെ തെളിവാക്കി ഇട്ടിട്ട് പോവുക. ആരാടോ ഇതൊക്കെ വിശ്വസിക്കുക? എന്തൊക്കെ മണ്ടത്തരവാ താൻ ഈ പറയുന്നത്? എൻ്റെ പൊന്ന് സാറേ, പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. സുഗു തികഞ്ഞ ജാള്യതയോടെ ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ഈ രീതിയിലൊരു FIR എഴുതി തയ്യാറാക്കിയപ്പോൾ എനിക്ക് തന്നെ എന്നോട് വല്ലാത്ത പുച്ഛം തോന്നിപ്പോയി സാർ. പിന്നെ സാറിൻ്റെ കാര്യം പറയണോ? പക്ഷേ എനിക്ക് മറ്റു വഴികളൊന്നുമില്ലായിരുന്നു. യാഥാർത്ഥ്യം എന്താണോ അതങ്ങനെയേ എഴുതാൻ പറ്റൂ സാർ. എന്ത് യാഥാർത്ഥ്യം? മേലുദ്യോഗസ്ഥൻ മേശപ്പുറത്ത് കൈവച്ചുകൊണ്ട് മുന്നോട്ടാഞ്ഞു. സാറേ, ആ മുറിയിൽ നിന്ന് കിട്ടിയ വാച്ചിൻ്റെയും ഫോണിൻ്റെയും ഉടമ ഫൈസൽ തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. വീട്ടുകാർ അത് 100% സ്ഥിരീകരിച്ചതാണ്. പക്ഷെ അവിടെയാണ് ട്വിസ്റ്റ്. സംഭവം നടക്കുന്ന അന്ന് രാത്രി 10 മണിയോടുകൂടി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് അയാൾ കൃത്യമായി വിമാനം കയറിയിട്ടുണ്ട്. എയർപോർട്ടിലെ CCTV ദൃശ്യങ്ങൾ ഞങ്ങൾ പരിശോധിച്ചു. ടിക്കറ്റും ബോർഡിംഗ് പാസും അയാളുടെ സാന്നിധ്യവും അത് അടിവരയിട്ട് ശരിവെക്കുന്നുണ്ട്. അതോടൊപ്പം കറക്റ്റ് സമയത്ത് തന്നെ അയാൾ ദുബായ് എയർപോർട്ടിൽ ഇറങ്ങിയതായും അവിടെ ചെന്ന് കുട്ടിയുടെ പിതാവിൻ്റെ സുഹൃത്തായ സിയാദിൻ്റെ റൂമിലെത്തിയതായും സിയാദ് പറയുന്നു.
ഞങ്ങൾ വിളിച്ചപ്പോൾ ഫൈസൽ അവിടെ ഉണ്ട് താനും. സുഗു ഒന്ന് ശ്വാസമെടുത്ത് മേലുദ്യോഗസ്ഥൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. തന്നെയുമല്ല സാർ, വീട്ടിലെ ആ ഐഫോൺ റെക്കോർഡിംഗ് പ്രകാരം ആ കുട്ടി മരിച്ചിരിക്കുന്നത് പുലർച്ചെ 2 മണിയോട് കൂടിയാണ്. അപ്പോൾ ഒരേ സമയത്ത് കല്ലൂർക്കാട്ടിലെ അടച്ചുപൂട്ടിയ മുറിയിലും ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറം ദുബായിലെ മുറിയിലും ഒരേപോലെ പ്രത്യക്ഷപ്പെടാൻ അയാൾ ആര്? വല്ല ദൈവമോ മാന്ത്രികനോ ആണോ? ഞാനിപ്പോൾ ആ വിഷ്വൽസും വാച്ചും മാത്രം കണ്ട് ഫൈസലാണ് കൊലപാതകി എന്ന് പറഞ്ഞ് ഒരു FIR തയ്യാറാക്കി അയാളെ അറസ്റ്റ് ചെയ്താൽ അവസാനം കോടതിയിൽ പ്രതിക്കൂട്ടിലാവുന്നത് ഞാനായിരിക്കും സാർ. ഈ കേസിൽ നിയമത്തിന് മുന്നിൽ ഞാനൊരു മണ്ടനാണെന്ന് സമ്മതിക്കുന്നതാവും ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് ഏറ്റവും നല്ലത്. സുഗു തല ചൊറിഞ്ഞുകൊണ്ട് വല്ലാത്തൊരു നിസ്സഹായതോടെ അത് പറയുമ്പോൾ മേലുദ്യോഗസ്ഥന് ദേഷ്യത്തിനിടയിലും ചിരിക്കാതിരിക്കാനായില്ല. കേസിൻ്റെ നിഗൂഢത അയാളെയും ആകെ ആശയക്കുഴപ്പത്തിലാക്കിയിരുന്നു. ഓക്കെ അതുപോട്ടെ. മേലുദ്യോഗസ്ഥൻ കസേരയിലേക്ക് അല്പം ചാരിയിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും സൂചനകളുണ്ടോ? സുഗുവിൻ്റെ മുഖത്തെ ഭാവം പെട്ടെന്ന് മാറി. കടുത്ത ഗൗരവം ആ കണ്ണുകളിൽ നിറഞ്ഞു. തുടരും. അടുത്ത ഭാഗവുമായി കാണും വരെ ബൈ ബൈ. സ്റ്റേ സേഫ്.